ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ആരും വീഡിയോ മുഴുവനായിട്ട് കാണാതെ പോകരുത്. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ക്യാപ്ച എന്താണ്, എങ്ങനെയാണ് ക്യാപ്ച സ്ക്രീനിൽ ഉണ്ടാവുക, അപ്പോൾ അത് എങ്ങനെയാണ് ഒരു ലെറ്റർ തെറ്റിപ്പോയാൽ മാറ്റി അടിക്കുക, കമ്പ്യൂട്ടർ ഇല്ലാത്തവർ എന്ത് ചെയ്യും, എങ്ങനെയാണ് നമ്മൾ പഠിക്കുക, വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ ഇല്ലാത്തവർ ക്യാപ്ച ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഫോൺ ഉപയോഗിച്ച് ഫോണിൽ കമ്പ്യൂട്ടറിൻ്റെ സ്വിച്ചുകളെല്ലാം ഫോണിൽ മനസ്സിലാക്കി എങ്ങനെയാണ് ഫോൺ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിന് പകരം നമ്മൾ ക്യാപ്ച പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ക്യാപ്ച എന്താണെന്ന് നോക്കാം. ക്യാപ്ച എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഉണ്ടാവുകയെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീന്. ഇങ്ങനെയാണ് നമുക്ക് എക്സാമിന് ക്യാപ്ച ഉണ്ടാവുക. ഇങ്ങനെ ഒരു ബോക്സിൽ ക്യാപ്ച ഉണ്ടാവും. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ക്യാപ്ച എൻ്റർ ചെയ്യേണ്ട സ്പേസും കൂടി ഉണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ മുകളിലും താഴെയൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ആ ഓർഡറിൽ തന്നെ അടിച്ചു കൊടുക്കണം. അപ്പോൾ 4 കഴിഞ്ഞിട്ട് 6 പിന്നെ U അങ്ങനെ അടിക്കരുത്. ആ ഒരു ഓർഡർ എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്യണം. 4U6KZ3 അങ്ങനെ തന്നെ അടിച്ചു കൊടുക്കണം. അപ്പോൾ പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് അറിയാത്തവർക്കാണ്. അറിയുന്നവർക്ക് എല്ലാം അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും. ലെറ്റേഴ്സിന് മാത്രമേ സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നമ്പേഴ്സിന് അത് ബാധകമല്ല. ഇൻ കേസ് ഏതെങ്കിലും ചില സാഹചര്യത്തിൽ മാത്രമാണ് സ്മോൾ ലെറ്റേഴ്സ് വരുന്നുള്ളൂ. അധികവും ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. ഇനി നമുക്ക് ഇങ്ങനെ ക്യാപ്ചേഴ്സ് തന്നു കഴിഞ്ഞാൽ ഈ ക്യാപ്ച നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ക്യാപ്ച കുറച്ച് പ്രശ്നമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ, ഇതിന് നമുക്കിവിടെ കണ്ടില്ലേ ഒരു ചിഹ്നം, ഈ ചിഹ്നം ഉപയോഗിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടുത്ത വേറൊരു ക്യാപ്ച നമുക്ക് കിട്ടും. അതും നമുക്ക് എന്തെങ്കിലും ക്ലിയർ ആവാത്ത പ്രശ്നമോ അല്ലെങ്കിൽ നമ്പർ വ്യക്തമാകാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് മറ്റൊരു ക്യാപ്ച എടുത്തിട്ട് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്ചേഴ്സ് മാറി മാറി വരും. അതിന് ലിമിറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു 1, 2, 3 ക്യാപ്ചേഴ്സൊക്കെ നമുക്ക് മാറ്റി മാറ്റി ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ക്യാപ്ചാസ് എവിടെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ താഴെ തന്നെ കോളത്തിൽ ക്യാപ്ച എന്ന് കണ്ടില്ലേ, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കീബോർഡ് വരും. അപ്പോൾ മേലെയുള്ള നമ്പേഴ്സും ലെറ്റേഴ്സും അതേപോലെ താഴേക്ക് കോപ്പി ചെയ്തിട്ട് എഴുതുകയാണ് വേണ്ടത്. ഇപ്പോൾ 6H2HG4 മൊത്തം ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. അതുപോലെ ആ തന്നിരിക്കുന്ന സ്പേസിൽ നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പോൾ അവിടെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കീബോർഡിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിത് ഡിലീറ്റ് ചെയ്തു. ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്തു, വീണ്ടും അടിക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് താഴത്തെ കീബോർഡ് കമ്പ്യൂട്ടറിൻ്റെതല്ല, നമ്മുടെ ഫോണിൻ്റെയാണ്. അതിൽ നമ്മളെങ്ങനെയാണ് ടൈപ്പ് ചെയ്യാൻ നോക്കാം. അതിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്യാപ്ച പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ സാധാ നമ്മുടെ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്ത് ടച്ച് ചെയ്ത ശേഷം നമ്മൾ ക്യാപിറ്റൽസ് അടിച്ചു കൊടുക്കുന്നു. ഈ ഫോണിൻ്റെ കീബോർഡിലാണ് കേട്ടോ. അപ്പോൾ G4 വരെ അടിച്ചു. അത് ഡിലീറ്റ് ആക്കാനും നമുക്ക് പറ്റും. മൊത്തത്തിൽ വേണമെങ്കിൽ മൊത്തം ഡിലീറ്റ് ആക്കാം, അല്ലെങ്കിൽ ഒരു നമ്പർ നമുക്ക് തെറ്റിയാൽ അത് ഒരു നമ്പർ മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് ഫോണിൽ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിൽ. ആദ്യം നമ്മൾ ഈ ഫോൺ വെച്ചിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഈസിയാണ്. ഇപ്പോൾ 6H2HG4 ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഫോൺ കീബോർഡിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ക്ലിക്ക് ഇത് കണ്ടോ, ഏറോ മാർക്ക്, ഈ ഏറോ മാർക്ക് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊത്തം നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സായിട്ട് മാറും ഫോണിൻ്റെ കീബോർഡിൽ. അപ്പോൾ നമ്മൾക്ക് ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ കീബോർഡിൽ നമ്മൾക്ക് ഒരു ലെറ്റർ തെറ്റിപ്പോയി എന്നിരിക്കാം. ഇപ്പോൾ ആ ലെറ്ററിനെ മായ്ച്ചിട്ട് നമുക്ക് എങ്ങനെയാണ്
മറ്റൊരു ലെറ്റർ അടിക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ മൊത്തം ബാക്ക് സ്പേസ് ഇട്ടു. വീണ്ടും എൻ്റർ ചെയ്യാൻ പോവാണ്. 6H2HG4. ഇതാണ് നമ്മുടെ റിയൽ ക്യാപ്ച, അതായത് അവിടെ കൊടുക്കേണ്ടത്. ബാക്ക് സ്പേസ് വീണ്ടും ഇട്ടു, വീണ്ടും എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ബാക്ക് സ്പേസ് മനസ്സിലായല്ലോ. 6H2HG4 ഞാനവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടത് 6H2HG4 ആണ്. പക്ഷേങ്കിൽ നമ്മളടുത്ത് തെറ്റിപ്പോയി. 5 ആയിന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ലെറ്ററോ നമ്പറോ തെറ്റിപ്പോയി കഴിഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് അതിന് ആ ലെറ്ററോ അല്ലെങ്കിൽ നമ്പറോ മായ്ച്ച ശേഷം ബാക്ക് സ്പേസ് ഇട്ട ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മേലെയുള്ള ആ 4 അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ ക്യാപ്ച നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ തന്നെ കാണിച്ചു തരും. ഇത് എററാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെറ്ററോ നമ്പറോ തെറ്റാണെങ്കിൽ ഇങ്ങനെ കാണിക്കും, റെഡ് മാർക്ക് ഇട്ടിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ഏതോ ഒന്ന് തെറ്റിയിട്ടുണ്ടെന്ന്. ഒന്നുകിൽ നമ്പർ മാറിയതായിരിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റലിന് പകരം സ്മോൾ അടിച്ചതായിരിക്കാം, സ്മോളിന് പകരം ക്യാപിറ്റൽ അടിച്ചതായിരിക്കാം. അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ വരും. അത് നമുക്കിങ്ങനെ ക്യാപ്ച എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണെങ്കിൽ നമുക്കിങ്ങനെ കമ്പ്യൂട്ടറിൽ സ്ക്രീനിൽ അതിൻ്റെ താഴെയായിട്ട് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ഈ 5 മാറ്റി 4 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഗെയിൻ ആ ബാക്ക് സ്പേസിൻ്റെ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് മാറി 4 ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നത് ഞാൻ എൻ്റെ ഫോണിലാണ്. ആ ഫോണിൽ എങ്ങനെയാണ് നമ്മൾ ക്യാപ്ചർ പ്രാക്ടീസ് ഇതാണ് കീബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ഇതിലുള്ള നമ്പേഴ്സ് പോലെ തന്നെയാണ് നമുക്ക് എന്താ പറയുക, കമ്പ്യൂട്ടറിലും ഈ ഒരു കീബോർഡ് തന്നെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു എയറോ ഉണ്ടല്ലോ, ഇത് നമുക്ക് ക്യാപ്സ് ലോക്ക് ആയിട്ടും ഇത് ബാക്ക് സ്പേസ് ആയിട്ടും നിങ്ങൾക്ക് വിചാരിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ക്യാപ്ച നമുക്ക് അവിടെ തന്നാൽ, സ്ക്രീനിൽ നമുക്കൊരു ക്യാപ്ച തന്നു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ അവിടെ അടിച്ചു കൊടുക്കുക വേണ്ടുള്ളൂ. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ക്യാപ്സ് ലോക്ക് ആക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ക്യാപ്സ് ലോക്കായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഇതിപ്പോൾ കണ്ടോ, ഇനി നമ്മൾ ക്യാപ്സ് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് മൊത്തം ക്യാപിറ്റൽ മാത്രമേ അടിയുള്ളൂ. കണ്ടോളൂ, AWESOME ഒക്കെ ക്യാപിറ്റൽസ് മാത്രമേ വന്നിട്ടുള്ളൂ, കാണുന്നില്ലേ? ഇനി നമുക്ക് സ്മോൾ ലെറ്ററുടെ ആ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ വരും. AWESOME സ്മോൾ ലെറ്റേഴ്സ് വന്നു. ഓക്കെ, ഇനി ക്യാപ്ച അടിക്കുമ്പോൾ പലരുടെയും സംശയമാണ് അതിൽ നമ്പേഴ്സ് വന്നിട്ടുള്ള ക്യാപ്ച എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന്. ഇപ്പോൾ WE5C ഇങ്ങനെ ഒരു ക്യാപ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെയാണ് നമ്പേഴ്സ് അതുപോലെ അടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി ഒരു ക്യാപ്ച തന്ന് അത് തെറ്റിപ്പോയി, ഇപ്പോൾ FERTS3 ആണ് നിങ്ങൾക്ക് തെറ്റിപ്പോയതെന്ന് വിചാരിക്കുക. 4 തെറ്റിപ്പോയി കഴിഞ്ഞാൽ 4 ഈ ഒരു കീ ഉണ്ടല്ലോ, ഇത് നമുക്ക് കമ്പ്യൂട്ടറിൽ ബാക്ക് സ്പേസ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 4 പോയി, 5 എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് ബാക്ക് സ്പേസ് കീ ആണെന്ന് വിചാരിക്കുക, 5 എൻ്റർ ചെയ്ത് കൊടുക്കുക. ബാക്ക് സ്പേസ് കീ ആയിട്ട് ഉപയോഗിക്കുക. ഇത് ക്യാപ്സ് ലോക്കായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കമ്പ്യൂട്ടർ കീബോർഡ്, ഒന്ന് കമ്പ്യൂട്ടർ കീബോർഡാണ്, ഒന്ന് ഫോണിലെ കീബോർഡാണ്. രണ്ടിലും നമ്പേഴ്സും ലെറ്റേഴ്സും ഒക്കെ തന്നിരിക്കുന്നത് ഒരുപോലെ തന്നെയാണ്. പിന്നെ QWERTUIOP അതൊക്കെയാണ് ഫസ്റ്റ് ലൈനിലുള്ളത്. അതുപോലെ തന്നെയാണ് ഫോൺ കീബോർഡിലും ഉള്ളത്. ഇതിലുള്ള ക്യാപ്സ് ലോക്കിന് പകരം നമ്മൾ ഈ ഒരു എയറോ വെച്ചിട്ടാണ് പഠിച്ചത്. ഇതിലുള്ള ബാക്ക് സ്പേസിന് പകരം നമ്മൾ ഈ ഇൻറ്റു മാർക്ക് വെച്ചിട്ടാണ് ഫോണിൽ പഠിക്കുന്നത്. അതേ അതിൽ വ്യത്യാസമുള്ളൂ. അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്യാപ്സ് ലോക്കിന് പകരം നമ്മുടെ ഏറോ ചിഹ്നവും ബാക്ക് സ്പേസിന് പകരം ഈ ഇൻറ്റു ചിഹ്നവും ഉപയോഗിച്ചാൽ മാത്രം മതി.
ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിലെ ബാക്ക് സ്പേസ്. ഇത് നമ്മുടെ ഫോണിലെ ബാക്ക് സ്പേസ്. ഇനി ഞാൻ കമ്പ്യൂട്ടറിലെ ക്യാപ്സ് ലോക്കും ഇത് കമ്പ്യൂട്ടറിലെ ക്യാപ്സ് ലോക്ക്. ഫോണിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഏറോ ആണ് ക്യാപ്സ് ലോക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫോണിലെയും കമ്പ്യൂട്ടറിലെയും ക്യാപ്സ് ലോക്സും ബാക്ക് സ്പേസാണ് കാണിച്ചത്. ഇതിലിപ്പോൾ നമുക്കൊരു സ്ക്രീനിലൊരു ക്യാപ്ചർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇത് നോക്കിയിട്ട് ക്യാപ്സ് ലോക്ക് ഇട്ടു, ടൈപ്പ് ചെയ്യുന്നു, ബാക്ക് സ്പേസ് അടിക്കണമെങ്കിൽ ബാക്ക് സ്പേസ് അടിക്കുന്നു, വീണ്ടും ടൈപ്പ് ചെയ്യുന്നു, ബാക്ക് സ്പേസ് അടിക്കുന്നു. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പഠിക്കുക ക്യാപിറ്റൽ ലെറ്റേഴ്സ്. സ്ക്രീനിൽ ഇപ്പോൾ ഒരു മുകളിൽ നമുക്കൊരു ക്യാപ്ചർ തന്നാൽ അത് അതുപോലെ കോപ്പി ചെയ്ത് താഴേക്ക് എഴുതും. വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.